കണ്ണൂർ ജില്ലയിലെ വാരത്ത്. അവിടെ 2-3 ആഴ്ച മുമ്പ് ഒരു സന്ദർശനം നടത്തിയപ്പോൾ ഒരു മനുഷ്യന്റെ കഥ കേട്ടിട്ട് കണ്ണിന്ന് ചോര വന്നിട്ടില്ല എന്നുള്ളൂ. ആ മനുഷ്യൻ പറയുന്നതറിയോ, അയാൾ ഈ ഗൾഫിൽ ഖത്തറിലോ കുവൈത്തിലോ ശരിക്കും ഓർമ്മയില്ല, വർഷങ്ങളോളം ഗൾഫിൽ പണിയെടുത്ത് 3 മക്കളെ വളർത്തി വലുതാക്കി നല്ല നിലയിൽ അവരൊക്കെ 2 പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ചയച്ച് ഒരാൺകുട്ടി ഇപ്പോൾ ഉപരിപഠനം നടത്തിക്കൊണ്ടിരിക്കുന്നു ബാംഗ്ലൂരിൽ. അയാൾ ഈ ഗൾഫിൽ നിന്ന് കാലിനൊരു വ്രണുണ്ടായിട്ട് നാട്ടിലേക്ക് വന്നതാണ്. കാലിനൊരു ചെറിയ പൊട്ടുണ്ടായിട്ട് വന്നതാണ്. ആ പൊട്ടങ്ങോട്ട് വർദ്ധിച്ച് ശരീരത്തിൻ്റെ പല ഭാഗത്തും പുണ്ണാവാൻ തുടങ്ങി, മണക്കാൻ തുടങ്ങി. അള്ളാന്റെ പരീക്ഷണമാണ്, ആർക്കാണ് എപ്പോഴാണ് വരാമെന്ന് പറയാൻ കഴിയില്ല സഹോദരങ്ങളെ. ശരീരത്തിൻ്റെ പല ഭാഗത്തും വ്രണുണ്ടാവാൻ തുടങ്ങി. ഈ ഭാര്യയും മക്കളും അക്ഷരാർത്ഥത്തിൽ ഈ മനുഷ്യനെ ഉപദ്രവിക്കാൻ തുടങ്ങി. ആ സമയത്ത് തന്നെ ഇയാൾക്ക് സ്ട്രോക്കും വന്നു. ഇയാളുടെ ഒരു ഭാഗം തളർന്നും പോയി. അവസാനം ഈ ഭാര്യയും മക്കളും ചെയ്തെന്താ അറിയോ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഈ ഭാര്യയും മക്കളും ചെയ്തെന്താ അറിയോ, കാസർഗോഡാണ് ഇവരെ വീട്. ഈ കാസർഗോഡ് നിന്ന് രാവിലെ 3 മണിക്ക് വണ്ടി പിടിച്ചിട്ട് ആ വണ്ടിയിൽ ഈ മനുഷ്യനെ കയറ്റിയിട്ട് കണ്ണൂർ പുതിയതെരു കൊണ്ടുവന്നിട്ട്, കണ്ണൂർ പുതിയതെരു എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ കൊണ്ടുവന്നിട്ട് ഈ മനുഷ്യനെ തള്ളി. പുതിയൊരു ടൗണിൽ ആളില്ലാത്ത സമയത്ത് ഈ സ്ട്രോക്ക് പിടിച്ച സ്വന്തം 2 കാലിൽ നിൽക്കാൻ കഴിയാത്ത ഈ മനുഷ്യനെ പുതിയൊരു ടൗണിൽ കൊണ്ടുവന്നിട്ട് ആളില്ലാത്ത സമയത്ത് തള്ളി. നായ്ക്കൾ കൂടി നിൽക്കുന്ന സ്ഥലത്ത് ഈ മനുഷ്യനെ അവിടെ ഇട്ടിട്ട് മക്കളും ഭാര്യയും തിരിച്ചുപോയി. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ. എന്നിട്ട് രാവിലെ ആയപ്പോൾ മാർക്കറ്റിലേക്ക് ആള് വരാൻ തുടങ്ങിയപ്പോൾ ഈ മനുഷ്യനോട് ആളുകൾ ചോദിച്ചു, എന്താണ് സംഭവം, എന്താണ് സംഭവിച്ചത്? ഇയാളെ കരഞ്ഞിട്ട് സംഗതി മുഴുവൻ പറഞ്ഞു. എന്നിട്ട് അയാൾ പറഞ്ഞു, ഈ കണ്ണൂർ എൻ്റെ ഒരു പെങ്ങളുണ്ട്, ഞാൻ ഒരുപാട് അവൾക്ക് എത്തിയതാണ്, ഒരുപാട് അവളുടെ കാര്യങ്ങൾ ഞാൻ നോക്കിയതാണ്, അതുകൊണ്ട് അവളുടെ അടുത്ത് ഒന്ന് കൊണ്ടുപോകണം, അവളെന്തെങ്കിലും ചെയ്തു തരുമോ എന്നറിയില്ല. ആ പെങ്ങളുടെ അടുത്ത് കൊണ്ടുപോയപ്പോൾ പെങ്ങളും കൈയൊഴിഞ്ഞു. അവസാനം മുസ്ലിം ലീഗ് നടത്തുന്ന CH സെന്ററിലേക്ക് മനുഷ്യനെ കൊണ്ടുപോയി ആക്കാൻ. അവിടെ ആളുകളുടെ ഔദാര്യത്തിൽ നിന്ന് വരുന്ന നാണയത്തുട്ടുകളും ഭക്ഷിച്ച് ഇയാൾ ഇങ്ങനെ കഴിഞ്ഞുകൂടാൻ. വർഷങ്ങളായി ഈ സംഭവം കഴിഞ്ഞിട്ട് ഇന്നും ഇത് പറയുമ്പോൾ ആ മനുഷ്യൻ ഇങ്ങനെ വിങ്ങി കരയാണ്. നേർക്ക് പറയാനൊന്നും കഴിയുന്നില്ല. ഇന്ന് അൽഹംദുലില്ലാ ആരുടെയൊക്കെയോ സഹായം കൊണ്ട് അയാൾ കുറച്ച് ചെറുങ്ങനെ എഴുന്നേൽക്കാനും നടക്കാനൊക്കെ തുടങ്ങി, ഫിസിയോതെറാപ്പിയൊക്കെ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഇന്നും CH സെന്ററിൽ വന്നാൽ നിങ്ങൾക്ക് ആ മനുഷ്യനെ കാണാം. അള്ളാനെ പേടിയില്ല, റബ്ബിനെ പേടിയില്ല, ഭാര്യക്കും പേടിയില്ല, മക്കൾക്കും പേടിയില്ല, പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. അവർക്ക് വേണ്ടി കഷ്ടപ്പെടുമ്പോൾ മക്കളെ ഇങ്ങനൊരു പടച്ചോനുണ്ട്, ഇങ്ങനൊരു മാശറയുണ്ട്, ഇങ്ങനൊരു സ്വർഗമുണ്ട് നരകമുണ്ട് ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. സ്കൂളിൽ പഠിപ്പിക്കാനും ഡ്രസ്സ് എടുക്കാനൊക്കെ ഇങ്ങനെ അയച്ചു കൊടുത്തു, ഒരു കുഴപ്പമില്ല. എത്രയാണ് സഹോദരങ്ങളെ നമ്മുടെ മക്കളൊക്കെ ഓരോ പെരുന്നാളിന് എടുക്കുന്ന ഡ്രസ്സിന്റെ പൈസ എത്ര നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾക്കറിയോ, ഈദ് കിസ്വ എന്ന് പറഞ്ഞൊരു സംരംഭമുണ്ട് MSMന്റെ കീഴിൽ. യതീം കുട്ടികൾക്ക് ഒരു കുട്ടിക്ക് 1000 രൂപേന്റെ ഡ്രസ്സ് എടുത്തു കൊടുക്കുന്ന ഈദ് കിസ്വ എന്ന് പറഞ്ഞൊരു പദ്ധതി MSMന്റെ കീഴിലുണ്ട്. കണ്ണൂർ ജില്ലയിൽ MSMന് അവസാനം വന്ന ആപ്ലിക്കേഷനാണ് ഒരു കുട്ടിയുടെ 8 വയസ്സുള്ള കുട്ടിയുടെ. ഈ 8 വയസ്സുള്ള കുട്ടിയെ ചെറിയ പെരുന്നാക്ക് ഈദ് കിസ്വയുടെ ഡ്രസ്സ് വാങ്ങിക്കൊടുക്കാൻ കണ്ണൂർ സെഞ്ചുറി ടെക്സ്റ്റൈൽസിലേക്ക് കൂട്ടിക്കൊണ്ടുപോയപ്പോൾ ഈ കുട്ടി MSMന്റെ പ്രവർത്തന്റെ കൈ കുലുക്കിയിട്ട് ചോദിക്കാണ്, കാക്ക 1000 രൂപേന്റെ ഒരു ഡ്രസ്സ് എടുത്തിരുന്നതിന് പകരം 500 രൂപേന്റെ 2 ഡ്രസ്സ് എനിക്ക് എടുത്തുതരുമോ? അപ്പൊ ഈ MSMന്റെ പ്രവർത്തനം ചോദിച്ചു, എന്തിനാ മോനെ 1000 രൂപേന്റെ ഒന്ന് എടുക്കലല്ലേ നല്ലേ? അപ്പൊ ഈ കുട്ടി പറയാണ്, 1000 രൂപേന്റെ ഒന്ന് നിങ്ങൾ എനിക്ക് എടുത്തു തന്നാൽ അടുത്ത ഹജ്ജ് പെരുന്നാളാകുമ്പോൾ എൻ്റെ ഉമ്മ വീണ്ടും ആരുടെയെങ്കിലും മുന്നിൽ കൈ നീട്ടണം, എൻ്റെ ഉമ്മ ഇതുപോലെ ആർക്കെങ്കിലും അപ്ലിക്കേഷൻ കൊടുക്കണം, ആരോടെങ്കിലും യാചിക്കണം. 500 രൂപേന്റെ 2 എണ്ണം എടുത്തെന്നാൽ ഒന്നിപ്പോഴും ഒന്ന് ഹജ്ജ് പെരുന്നാൾക്ക് വിടാലോ. നമ്മുടെ മക്കളൊക്കെ 1 മാസവും 2 മാസവും ഡ്രസ്സ് ഇട്ടിട്ട് അത് വലിച്ചെറിയുന്ന കണ്ടാൽ സഹോദരങ്ങളെ, പെരുന്നാക്കോടി എടുക്കുന്നത് സ്വപ്നമായി അവശേഷിക്കുന്ന പിഞ്ചുമക്കൾ ഇന്നും കേരളത്തിലുണ്ട്. നമുക്ക് തോന്നാനില്ല, നമ്മുടെ ജൽപ്പനമാണില്ല, കേരളത്തിൽ തന്നെയുണ്ട്. ഭക്ഷണം കിട്ടാത്ത എന്റെ കൂടെ നിങ്ങൾ വന്നാൽ വയനാട്ടിൽ ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോവാ. 3 നേരം വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്ത ആളുകളുണ്ട്. നമ്മുടെയൊക്കെ വീട്ടിൽ കല്യാണം കഴിഞ്ഞാൽ കിലോ കണക്കിന് ഭക്ഷണം വേസ്റ്റാണ്. അള്ള തരുന്ന അനുഗ്രഹം നമുക്കറിയില്ല സഹോദരങ്ങളെ. നമ്മളിങ്ങനെ മക്കൾക്ക് ഭക്ഷണമായും വസ്ത്രമായും അനുഗ്രഹങ്ങളായും അങ്ങനെ കൊടുത്ത് അള്ളാനെ ഓർമ്മയില്ലാത്തവരായി മാറി അവർ നമ്മളെ തന്നെ തിരിഞ്ഞുകൊത്തും. വാർദ്ധക്യത്തിൽ ഒന്നിനും കഴിയാതെ നമ്മൾ കിടക്കുമ്പോൾ നമ്മുടെ പള്ളക്ക് ചവിട്ടാനാ മക്കൾ മടിക്കില്ല. ശരിക്കും മനസ്സിലാക്കിക്കോ. ഒരു സംഭവം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ. ഇത് പറഞ്ഞല്ലോ, സ്വന്തം പിതാവിനെ തെരുവ് പട്ടികൾ തല്ലുകൂടുന്ന ഈ കച്ചറയുടെ അടുത്ത് ഉപേക്ഷിച്ചു പോകാൻ മടിയില്ലാത്ത മക്കളെ കുറിച്ച് പറഞ്ഞല്ലോ. വേറൊരു സംഭവം കൂടി നിങ്ങൾ കേട്ടോ. സൗദി അറേബ്യയിൽ ഒരു കോടതിയിൽ വെച്ച് നടന്ന സംഭവം. അവിടെ 3 ആളുകളാണ്. ഒന്നാമത്തത് ഒരു വാപ്പയാണ്, 100 വയസ്സിന്റെ വാപ്പാക്ക്.
രണ്ടാമത്തത് 80 വയസ്സുള്ള മൂത്ത മകനാണ്, മൂന്നാമത്തത് 70 വയസ്സുള്ള രണ്ടാമത്തെ മകനാണ്. കോടതിയിൽ ജഡ്ജി വാദം കേൾക്കാണ്. എന്താ വാദം എന്നറിയോ? 70 വയസ്സുള്ള മകനാണ് പരാതി. എന്താ പരാതി എന്നറിയോ? 40 കൊല്ലായി എൻ്റെ ജ്യേഷ്ഠൻ എൻ്റെ വാപ്പാനെ നോക്കാൻ തുടങ്ങിയിട്ട്, അതുകൊണ്ട് ഇനി എൻ്റെ വാപ്പാനെ ഞാൻ നോക്കും, എനിക്ക് സംരക്ഷിക്കണം. നമ്മുടെ നാട്ടിൽ എന്താ അവസ്ഥ? നമ്മുടെ നാട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫുട്ബോൾ കളിയാണ്, പരാതിയാണ്. ഇത്ര ഞാൻ നോക്കില്ല, ഇനി നീ നോക്ക്. ഇവരതല്ല, 40 കൊല്ലായി നീ നോക്കിയില്ലേ, ഇനി ഞാൻ നോക്കട്ടെ, ഞാൻ സംരക്ഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കോടതിയിൽ വന്നത്. അവസാനം ഈ 80 വയസ്സുകാരനായ മകൻ വിട്ടുകൊടുക്കൂല. ഈ മകൻ പറയണില്ല, ഞാൻ എൻ്റെ വാപ്പാനെ വിട്ടുകൊടുക്കൂല, എൻ്റെ ഉപ്പാനെ ഞാൻ വിട്ടുകൊടുക്കില്ല, എൻ്റെ മരണം വരെ എൻ്റെ ഉപ്പാനെ എനിക്ക് 80 വയസ്സായി, പടുവൃദ്ധനായി, എന്നിട്ടും പിതാവിന്റെ സംരക്ഷണം വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അവസാനം ഗത്യന്തരം ഇല്ലാണ്ട് ജഡ്ജി എന്ത് ചെയ്തെന്നറിയോ? ഉപ്പാനോട് ചോദിച്ചു, നിങ്ങൾക്ക് ആരെ കൂടെയാണ് പോവേണ്ടത്? അപ്പൊ ഈ വയസ്സായ മനുഷ്യൻ കരഞ്ഞിട്ട് പറയാണ്, എന്നോട് നിങ്ങളത് ചോദിക്കരുത്. എൻ്റെ ഈ 2 മക്കളുടെയും മുഖത്ത് നോക്കിയിട്ട് ആരുടെ കൂടെ പോകണമെന്നാണ് ഞാൻ നിങ്ങളോട് പറയേണ്ടത്, നിങ്ങൾ എന്നോട് അത് ചോദിക്കരുത് എന്ന് ജഡ്ജിയോട് ഇയാൾ തിരിച്ചു പറഞ്ഞു. അവസാനം ജഡ്ജി വിധിക്കാൻ 40 കൊല്ലം മൂത്തമോ നോക്കിയില്ലേ, ഇനി രണ്ടാമത്തെ മോൻ കുറച്ചു കാലം നോക്കട്ടെ എന്ന് പറഞ്ഞ് ജഡ്ജി വിധിക്കുമ്പോൾ പൊട്ടിക്കരഞ്ഞിട്ട് ആ കോടതിയുടെ വാതിൽക്കൽ നിന്ന് തിരിഞ്ഞു നിന്നിട്ട് ഈ മൂത്ത മകൻ പറയാൻ, സർ, എൻ്റെ സ്വർഗത്തിലേക്കുള്ള വാതിലാണ് നിങ്ങൾ അടച്ചത്, എന്റെ മഗ്ഫിറത്തിന്റെ വാതിലാണ് നിങ്ങൾ അടച്ചത്, റഹ്മത്തിന്റെ വാതിലാണ് നിങ്ങൾ എന്റെ നേരെ കൊട്ടിയടച്ചതെന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞിട്ട് ഈ മൂത്ത മകൻ ഇറങ്ങിപ്പോവാൻ. ഉപ്പാനെ സംരക്ഷിക്കാൻ വേണ്ടി പരസ്പരം മത്സരിക്കുന്ന മക്കൾ, ആ മക്കളുടെ പ്രത്യേകത എന്താ അറിയോ? അവർക്ക് സ്വർഗ്ഗം അറിയാം, നരകറിയാം, പടച്ചോനറിയാം, മാഷറെ അറിയാം. അതേസമയം ഇപ്പുറത്ത് സ്വന്തം പിതാവിനെ 3 മക്കളുണ്ടായിട്ടും സംരക്ഷിക്കാൻ കഴിയാതെ തെരുവു പട്ടികൾക്കിടയിലേക്ക് തള്ളിക്കളഞ്ഞ് മനസ്സിനൊരു സങ്കോചവുമില്ലാതെ തിരിച്ചു പോകുന്ന മക്കളും ജീവിക്കുന്നത് ഈ ദുനിയാവിലാണ്. 2 തരത്തിലുള്ള മക്കളിൽ ഏതിനെ നമുക്ക് വേണമെന്ന് തീരുമാനിക്കുന്നത് ഞാനും നിങ്ങളുമാണ് സഹോദരങ്ങളെ. അതിനൊറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ദീന് പഠിപ്പിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിച്ചാൽ മതി. മതം പഠിപ്പിക്കണോ വേണ്ടയോ, തഖ്വ പഠിപ്പിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിച്ചാൽ മതി. ദുനിയാവ് പഠിപ്പിക്കണോ ആഖിറം പഠിപ്പിക്കണോ എന്ന് തീരുമാനിച്ചാൽ മതി. എല്ലാക്കിക്കോ, നിങ്ങളുടെ മക്കളെ ഡോക്ടറാക്കിക്കോ, എഞ്ചിനീയർ ആക്കിക്കോ, പൈലറ്റ് ആക്കിക്കോ, IAS കാരനാക്കിക്കോ, ഒരു പ്രശ്നമില്ല. പക്ഷേ അവരുടെ മനസ്സിൽ സഹോദരങ്ങളെ ആത്മാവിന് ഭക്ഷണം കൊടുക്കണം നിങ്ങൾ, അല്ലെങ്കിൽ ആ ആത്മാവ് ചത്തുപോകും. ആത്മാവില്ലാത്ത മൃഗങ്ങളായി അവർ മാറും. ഉമ്മാനെയും ബാപ്പാനെയും ചവിട്ടാനും ദ്രോഹിക്കാനും സമൂഹത്തിനൊരു ഭാരമായി മാറാനും അവരുടെ മനസ്സ് മടിക്കില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, വലിയ ഉത്തരവാദിത്തമാണ് മക്കൾ. ആ മക്കളെ ആ രീതിയിൽ വളർത്തുക. ആ മക്കൾക്ക് നാം മാതൃകയാവുക, തഖ്വ കൊണ്ട് മാതൃകയാകുക, ജീവിതം കൊണ്ട് മാതൃകയാകുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും മാതൃകയായതുപോലെ